ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഓണം സീരീസിൻ്റെ ഫസ്റ്റത്തെ വീഡിയോ ആണിത്. ഒരു സിമ്പിൾ മേക്കപ്പ് ട്യൂട്ടോറിയലാണിന്ന്. ഓണത്തിനൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ക്യൂട്ടായിട്ട് ഒരുങ്ങിയിട്ട് പോകാൻ വേണ്ടി ഞാൻ നല്ലൊരു സെറ്റ് മുണ്ടാക്കി ഇന്ന് വിത്ത് ബ്ലൂ ബ്ലൗസ് വെച്ചിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഞാൻ സ്കിന്ന് പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട്, ഒരു ബിന്ദു വെച്ചിട്ടുണ്ട്. ഇത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫേസസ് കാനഡയുടെ ആണ്. നിങ്ങൾക്ക് പ്രൈമർ യൂസ് ചെയ്യാണ്ടിരിക്കാം. ഒരു ലോങ് ആയിട്ടുള്ള ഒരു ഫുൾ ഡേ, ഇപ്പോൾ ഓണമാകുമ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ സെലിബ്രേഷൻസ് ഉണ്ടെങ്കിൽ പിന്നെ മേക്കപ്പ് നന്നായിട്ടിരിക്കണമെങ്കിൽ പ്രൈമർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാം. പോഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രൈമറി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് മിനിമൈസ് ചെയ്യിക്കും നമ്മുടെ പോഴ്സൊക്കെ. ദെൻ നെക്സ്റ്റ് ആയിട്ട് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ഇവിടെ ഒരു പാടുണ്ട്, അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടി ഞാൻ നെക്സ്റ്റ് ആയിട്ട് കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അൺഡ്രൈസിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ കളർ കറക്ഷൻ ചെയ്യുന്നതാണെങ്കിൽ അൺഡ്രൈസിൽ എനിക്ക് ഡാർക്ക് സർക്കിൾസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ കൺസീൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് ഈ പാടുകളൊക്കെ ഒന്ന് കൺസീൽ ചെയ്തെടുക്കുവാണെങ്കിൽ നമ്മുടെ മേക്കപ്പ് ഫൈനൽ ലുക്കിൽ നല്ല ഭംഗി ഉണ്ടാകും. ആക്ച്വലി ഞാൻ എപ്പോഴും മറന്നു, നമ്മൾ കൈ വെച്ചിട്ട് ഈ പ്രൊഡക്റ്റ് കുറച്ചും കൂടെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷെ പെട്ടെന്ന് അങ്ങ് വീഡിയോ ചെയ്യുമ്പോഴത്തേക്കാരും ഇതിലാണ് നമ്മൾ കൈ വെച്ച് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ മറന്നു പോകും എപ്പോഴും ബാക്കിയൊന്നും ഞാൻ അത്ര പ്രോഡക്റ്റ് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിലും, പക്ഷേ കൺസീലർ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ കുറേ കൂടെ ഐസിൻ്റെ ഇവിടെയൊക്കെ, ബിക്കോസ് നമ്മൾ ഐ ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതാണല്ലോ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം അവിടെ ഒരു പാട് നന്നായിട്ട് ഹൈഡായി പോയിട്ടുണ്ട്. ഇത് നല്ലൊരു കൺസീലറാണ്. നന്നായിട്ട് പെട്ടെന്ന് ബ്ലെൻഡ് ആകും, അതുപോലെ തന്നെ ഹൈഡ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ ഇത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. ആ ടൈമിൽ നമുക്ക് ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ചും കൂടെ ചെയ്യുവാണെങ്കിൽ ഇപ്പം ടൈം കൺസ്യൂം ചെയ്യാൻ നമുക്ക് നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഇത് കുറച്ച് ഫേസിൽ നിന്ന് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയത്ത് ഐബ്രോസോ ഇല്ലെങ്കിൽ മിനിമൽ മേക്കപ്പ് ആണെങ്കിൽ ബ്ലഷ് ഇടുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഐബ്രോസ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ കൺസീലർ വെച്ചിട്ട് നമ്മൾ ഐയുടെ അവിടെ കുറച്ച് തൂൺസൊക്കെ ഒന്ന് ജസ്റ്റ് ഇതാക്കിയിട്ട് ഒന്ന് പൗഡർ ചെയ്തിട്ട് ഐ മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഐലൈനറൊക്കെ ഐ മേക്കപ്പ് ഇരിക്കും. ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മുടെ മേക്കപ്പ്. അങ്ങനെയാണ് ഇല്ലെങ്കിൽ നമ്മൾ ഐ ഷാഡോ ഡയറക്റ്റ് ഇടുവാണെങ്കിൽ ഇവിടുത്തെ ലൈൻസ് ഉണ്ടല്ലോ ഐഡ പോർഷനിൽ, ആ പോർഷൻസിലെ നമ്മളിപ്പോൾ ഡയറക്റ്റായിട്ട് ഐ ഷാഡോ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കൺസീലർ ഒന്നും ചെയ്തത് സെറ്റ് ആക്കിയില്ലെങ്കിൽ നമ്മുടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ലൈൻസ് ഉണ്ടല്ലോ അതിലായിട്ട് ഒരു ലൈൻ ആയിട്ടൊരു പാച്ചി ഫീൽ ചെയ്യും. അപ്പം ഇതങ്ങനെ ഫീൽ ചെയ്യും. നമ്മൾ നന്നായിട്ട് ഇതൊന്ന് കൺസീലർ വെച്ചിട്ട് ഒന്ന് ഈ പോർഷൻ ഒന്ന് സെയിം കളറാക്കിയിട്ട് നമ്മൾ പൗഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഐ മേക്കപ്പും കിട്ടുന്നതായിരിക്കും. ഓണമൊക്കെ ആകുമ്പോൾ നല്ല ഗ്ലോയി ഐഡിയായിട്ട് നമുക്ക് കിട്ടും. ഫോട്ടോസിലാണെങ്കിലൊക്കെ ഐസ് നന്നായിട്ട് ഗ്ലോയിങ് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും.
ഇനി നമുക്ക് ഐഷാഡോ ഈ പാലറ്റിൽ നിന്ന് ഒരു ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ഒത്തിരി കളർ ചെയ്തിട്ട് ഒത്തിരി പോപ്പപ്പ് ചെയ്യുന്നില്ല. ലൈറ്റായിട്ടുള്ളൊരു മേക്കപ്പ് ലുക്കാണ് ഞാൻ ഇന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈറ്റ് ഒരു ഷെയ്ഡ് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ഷിമ്മറും കൂടി ഇടുന്നത്. ഇപ്പോൾ ബ്രഷ് വെച്ചിട്ട് ഈ ഒരു ലൈറ്റ് ഷെയ്ഡാണ് ഞാനിപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ്, ഈ 2 ഷെയ്ഡും കൂടി ഇന്നിടാം. ഇതിൽ പ്ലേയും എക്സൈറ്റ് എന്നാണ്, ബട്ട് ഐ ഡോണ്ട് നോ ഇറ്റ്സ് ദ റിയൽ ഷെയ്ഡ് നെയിം ഒന്നും അറിയില്ല. അപ്പം ഞാൻ എന്തായാലും ഈ പാലറ്റിൽ നിന്ന് ഇതാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ക്യാമറ, സാധാരണ ഫ്രണ്ട് മിററിലാണ് ലാസ്റ്റ് ടൈം വീഡിയോ എടുത്തിരുന്നത്, സെൽഫി മിറർ. ഇത്തവണ ബാക്ക് ക്യാമിൽ ഇട്ടിട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു മിറർ വെച്ചിട്ടാണ്. പക്ഷേ ഫോക്കസ് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ കുറേ കൂടെ അപ്ഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ വീഡിയോ കുറേ കൂടെ ബെറ്റർ ആയിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ അടുത്ത കണ്ണും കൂടെ ഈ ഒരു ഷെയ്ഡ് തന്നെ വെച്ചിട്ട് നമുക്ക് അടുത്ത ഷെയ്ഡ് ഒരുമിച്ച് ചെയ്യാം. നിങ്ങളുടെ ഓണമൊക്കെ എങ്ങനെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, അതുപോലെ തന്നെ എന്തൊക്കെ കുറേ കാര്യങ്ങളും കൂടെ ഞാൻ പഠിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ എനിക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ആയിട്ട് വീഡിയോസ് ഓരോന്ന് ചെയ്യാനുള്ള ഒരു എന്താ പറയുക വീഡിയോസ് ചെയ്യാൻ കൂടുതൽ പ്രചോദനമാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോ സജഷൻസ് വെച്ചിട്ട് എനിക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. സോ നിങ്ങൾ കമൻറ്റ് ഇടുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നു, ലൈക്ക് ചെയ്യുന്നൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് പോകാണ്ട് ഫുൾ വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണുക. എനിക്ക് ലൈറ്റ് ഒരു റെഡിഷ് കളർ കൊടുക്കാമെന്ന് ഓർത്തു. ഓണമൊക്കെ അല്ലേ എന്തായാലും. കുറച്ച് നല്ല ഗ്ലോയി ലുക്ക് ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാം, തിളങ്ങുന്നുണ്ട് നന്നായിട്ട്. ഇത് ഷാഡോ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് മസ്കാര കുറച്ച് അപ്ലൈ ചെയ്തിട്ട് ലാഷസ് നന്നായിട്ട് ഭംഗിയായിട്ട് വെക്കാം. അപ്പം ഞാൻ എൻ്റെ ഈ ഐഷാഡോ പാലറ്റിൻ്റെ മിറർ വെച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടെ ഇവിടെ ഇരിക്കുന്ന മിററിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ചെയ്യാം. നന്നായിട്ട് നമ്മളിപ്പോൾ മസ്കാര അപ്ലൈ ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് തന്നെ ഡിഫറൻസ് മനസ്സിലാക്കും. ഈ ഐസും തമ്മിലുള്ളത് നമ്മൾ മസ്കാര അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ കണ്ണൊക്കെ നല്ല വിടർന്നിരിക്കും. കുഞ്ഞി കണ്ണുള്ളവരാണെങ്കിൽ നല്ല ഐസ് കുറച്ചും കൂടി വിടർന്നിരിക്കും, കാണുന്നതിന് ഭംഗി. അതുപോലെ വലിയ കണ്ണുള്ളവരുടെ അത് തന്നെയാണ്. കണ്ണുകൾ കൊണ്ട് കഥ പറയുന്ന പോലെ തന്നെ കണ്ണ് നമ്മൾ എത്രയോ ഭംഗിയായിട്ട് എഴുതുന്നു, അത് ചെയ്യുന്നവർ തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഒരു മേക്കപ്പ് ലുക്ക് തന്നെ, ഐ ലുക്ക് നമ്മൾ നന്നായിട്ട് ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ഐഷാഡോ പോലും ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി തരുന്നത് നമ്മുടെ ഫേസിൽ നമുക്ക് ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഒരു മേക്കപ്പ് അല്ലെങ്കിൽ ഐലൈനർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണടിവശം ഒന്ന് എഴുതി കഴിയുമ്പോൾ കാജൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഡിഫറൻസ് നമ്മുടെ ഫേസിൽ നമുക്ക് മനസ്സിലാവും. ഐ മേക്കപ്പിൽ ഉണ്ട്. ഐ കൊണ്ട് നമുക്കെന്താ ഫേസിൻ്റെ ഒരു ഓൾ ലുക്ക് തന്നെ നമുക്ക് ഐ ലുക്ക് കൊണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ശരിക്കും എന്ത് മേക്കപ്പ് ആണെങ്കിലും
നോർമൽ ലുക്കിലാണെങ്കിൽ പോലും. സോ ഇപ്പം നമ്മൾ മസ്കാരയൊക്കെ ഇടുമ്പോൾ ലാഷസ് നല്ല ഭംഗിയായിട്ട്. ഇപ്പോൾ ഫേക്ക് ലാഷസ് ഒന്നും വെക്കാൻ ഇഷ്ടമല്ലാത്തവരൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മസ്കാര അപ്ലൈ ചെയ്ത് ഒരു ഡബിൾ കോട്ടൊക്കെ അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. ഇനിയിപ്പോൾ ഞാൻ ഐലൈൻ ചെയ്യുന്നതിന് മുന്നേ ഈ കൺസീലറൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. കുറച്ച് നേരം ആയാലൊന്ന് വെച്ചിട്ട്. പിന്നെ എല്ലാവർക്കും എന്തുണ്ട് വിശേഷങ്ങൾ? നിങ്ങളുടെ ഓണം എവിടെ വരെ എത്തി? ആക്ച്വലി കുറച്ചായി വീഡിയോ ചെയ്യാനിരിക്കുന്നു, പക്ഷെ കുറച്ച് തിരക്കുകൾ കൊണ്ട് വീഡിയോ ചെയ്യാൻ പറ്റാൻ ഞാൻ റിയലി സോറി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതുവരെ ഞാൻ ശരിക്കും നിരാശപ്പെടുത്തിയിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യും. ഇവിടെ ഒരു പാടുണ്ടായിരുന്നു, നിങ്ങൾക്ക് കാണാൻ നന്നായിട്ട് ഹൈഡ് ചെയ്യും. അവിടെ ഒരു പാട് അങ്ങനെ ഉണ്ടെന്ന് പോലും ഇപ്പോൾ ആർക്കും തോന്നിയല്ല കണ്ടു കഴിഞ്ഞാൽ. അതുപോലെ നന്നായിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈൻ ചെയ്യാം. നല്ല ഐലൈനറാണ്, വാട്ടർ പ്രൂഫാണ്. അപ്പം നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. യെസ് ഗൈസ്, സെറ്റ്. ഞാനിപ്പോൾ എനിക്ക് താഴെ എഴുതാൻ കുറച്ചും കൂടെ, ഇപ്പം എൻ്റെ കുറച്ച് വലിയ കണ്ണല്ലേ, എനിക്ക് താഴെ എഴുതുമ്പോൾ കുറച്ച് വലിയ കണ്ണ് പോലെ. ശരിക്കും എല്ലാവരും പറഞ്ഞാൽ കുഞ്ഞിക്കണ്ണാകും ഇങ്ങനെ താഴെ മുകളിൽ എഴുതുമ്പോൾ ചിലരുടെ കണ്ണ് കുഞ്ഞിക്കണ്ണ്, പക്ഷേ എനിക്ക് ഫീൽ ചെയ്ത് വലിയ കണ്ണ്. പിന്നെ എനിക്ക് എന്തോ പറ്റുന്നത് താഴെ എഴുതുമ്പോൾ. പക്ഷേ ചിലപ്പോൾ എഴുതാറുണ്ട്. മോസ്റ്റ്ലി ഞാനിപ്പോൾ അങ്ങനെ താഴെ കണ്ണ് എഴുതാറില്ല, മേളിൽ മാത്രമേ ഞാൻ എഴുതാറുള്ളൂ. പിന്നെ അപ്പോൾ ഒന്നുകൂടെ ഞാൻ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. എനിക്ക് താഴെയാണെങ്കിലും ഒത്തിരി ലാഷസ് ഇല്ല, പക്ഷേ ഞാൻ അങ്ങനെ ഈ താഴെ ഒത്തിരി അപ്ലൈ ചെയ്യാറില്ല. യെസ് ഗൈസ്, നമ്മുടെ ഐ ലുക്ക് ഫിനിഷ് ആയിട്ടുണ്ടൊരു സിമ്പിളായിട്ടുള്ളൊരു ഐ ലുക്ക് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. എനിക്കിഷ്ടമായി. കണ്ണെഴുതിയതേക്കാണെങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ട്. സാധാരണ ഞാൻ എഴുതുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ണ് കുറച്ച് കയറി ഒരു കണ്ണ് ഇറങ്ങി ഡിഫറെൻ്റ് ആയിരിക്കും. എന്ന് പക്ഷേ കുറച്ചും കൂടെ ഭംഗിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. യെസ് ഗൈസ്, എനിക്കിഷ്ടമായി. അപ്പോൾ ഒന്നുകൂടെ ഇതൊന്ന് സെറ്റാക്കട്ടെ. നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ, ഒത്തിരി ഹെവി ലുക്ക് ചെയ്യുന്നില്ല, സിമ്പിളായിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ സ്റ്റോപ്പ് ക്രീം ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലോയി ലുക്ക് കിട്ടുമല്ലോ, അടിപൊളിയായിട്ട് കിട്ടും. സോ അതുകൊണ്ട് കുറച്ച് ഫൗണ്ടേഷനിലേക്ക് പ്രൈമറൊക്കെ ആണെങ്കിൽ പ്രൈമർ ഫസ്റ്റ് കോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ ഈ ഫൗണ്ടേഷൻ്റെ കൂടെ ഫൗണ്ടേഷനും സ്റ്റോപ്പ് ക്രീമും കൂടെ കൂടി മിക്സ് ചെയ്തിട്ട് ഇടുമ്പോഴാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഗ്ലോ കിട്ടും ഫേസിന്. ഞാനിതിങ്ങനെ ഡോട്ട് ടു ഡോട്ടായിട്ട് ഫേസിൻ്റെ കുറച്ച് പോർഷൻസിൽ അപ്ലൈ ചെയ്യുവാണ്. ആക്ച്വലി നിങ്ങളെൻ്റെ ഹെയർ ഭയങ്കര ബെസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്, ഒന്ന് സെറ്റാക്കാം. നമുക്ക് ഹെയർ സ്റ്റൈൽ വീഡിയോ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ഹെയർ സ്റ്റൈലായിട്ട് ചെയ്യാണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോ മേക്കപ്പ് ലുക്കിൽ എനിക്കത് എടുക്കണമെന്നുണ്ട്. ഓണത്തിന് പറ്റിയ കുറച്ച് ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് അതും ഞാനിനി ചെയ്യണം എന്ന് ഓർത്തിരിക്കുന്നത്.
ഈ കൂടെ തന്നെ ഇതും ബ്ലെൻഡ് ചെയ്യാൻ നന്നായിട്ട്. അപ്പോൾ കയ്യിലുള്ളത് ഞാൻ കുറച്ചിങ്ങനെ കയ്യിൽ നിന്ന് ഈ ബ്ലെൻഡറിലേക്ക് തൂക്കും എന്നിട്ട് ചെയ്യും. കാരണം നമ്മുടെ പ്രൊഡക്റ്റ് നമ്മൾ കാശ് കൊടുത്ത് മേടിക്കുന്നതാണ്, വേസ്റ്റ് ചെയ്ത എല്ലാം നല്ല വാല്യൂ ഉള്ളതാണ്, വിലയുള്ളതാകുമ്പോൾ 10 രൂപയ്ക്ക് 10 രൂപയുടെ വില കൊടുക്കണം. 10 രൂപ നല്ല സാധനത്തിന് എന്നാൽ പോലും. നമ്മൾ എന്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം. നെക്ക് ചെവിയൊക്കെ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ നമുക്ക് കളർ വേരിയേഷൻ ഉണ്ടാവും. ഫേസിനൊരു കളറും ഞാൻ കഴിഞ്ഞൊരു പാക്ക് ഇട്ടപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കണം എല്ലാവരും. ഇനി ഹെയർ ഒന്ന് സെറ്റ് ആക്കട്ടെ. ഭയങ്കര മെസ്സായിട്ട് എൻ്റെ ഹെയർ ഇരിക്കുന്നു. ഈ സ്പഞ്ച് കുറച്ച് വെറ്റായിട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ വെള്ളത്തിൽ ആക്കിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ സ്പഞ്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടും. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മുടെ ബ്ലെൻഡിങ് ഫൗണ്ടേഷൻ്റെ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലഷ് അപ്ലൈ ചെയ്യാം. ഇഷ്ടമുള്ള ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യാൻ ഞാൻ പറയും. കാരണം ചിലർക്കൊന്നും ബ്ലഷ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലഷ് യൂസ് ചെയ്യാൻ. അപ്പം ഞാൻ ബ്ലഷാണെങ്കിലും ഈ ഒരു സ്പഞ്ച് ബ്ലഷ് ഇത് വാഷ് ചെയ്തുകൊണ്ടാണ് കേട്ടോ, ഇല്ലെങ്കിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യില്ല. ഞാൻ ഒരു യൂസ് കഴിഞ്ഞ് കഴിയുമ്പോൾ വാഷ് ചെയ്യാറുണ്ട് എപ്പോഴും, ഇല്ലെങ്കിൽ ഇതിൽ പിടിച്ചിരിക്കും. ഇനി ഇതും കൂടെ ചീസിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. പക്ഷേ ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ ആക്കിയോണ്ട് നമുക്ക് ഫൗണ്ടേഷനും ഒന്നും ഇതിൽ അപ്ലൈ ചെയ്യുന്നില്ലേ. രണ്ട് സൈഡും കൂടെ ഡിഫറൻസ് ഉണ്ട് ഗൈസ്. നന്നായിട്ട് ബ്ലഷ് ഇട്ട് കഴിഞ്ഞിട്ട് ബ്ലെൻഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഇത് ഞാൻ ക്രീമി ടൈപ്പ് ആയതുകൊണ്ടാണ്. ലിക്വിഡൊക്കെ ആണെങ്കിൽ നമ്മളത് കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കും. നമ്മുടെ മേക്കപ്പ് ഓൾ ലുക്കിന് ഭയങ്കര ഭംഗിയായിട്ടിരിക്കും. ഈ കുറച്ച് നമുക്ക് ഹൈലൈറ്റർ നമ്മൾ ഈ പോയിൻറ്റ്സിലൊക്കെ അപ്ലൈ ചെയ്യാം, ഹൈലൈറ്റിംഗ് പോയിൻറ്റ്സിലൊക്കെ. അപ്പം അതിന് വേണ്ടി ഞാൻ കുറച്ച് ഹൈലൈറ്റർ എടുക്കുന്നുണ്ട്, കാരണം ഫൗണ്ടേഷൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റേതായ ഗ്ലോ ഓൾറെഡി ഉണ്ട്. സോ കുറച്ച് മാത്രം ചീക്സിൽ നോസിൻ്റെ ഈ ഒരു പോയിന്റിലായിട്ട് ഞാനിങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കും. അപ്പോൾ കുറച്ചും കൂടി നോസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ തലഞ്ഞു നിൽക്കും. പിന്നെ ഈ ഐബ്രോസിൻ്റെ ഇവിടെ ആയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ഇതിനി ഇങ്ങനെ കുറച്ച് ബ്ലെൻഡ് ചെയ്യുക. യെസ് ഗൈസ്, നമ്മൾ ഓൾമോസ്റ്റ് മേക്കപ്പ് ഡൺ ആയിരിക്കുകയാണ്. ഞാൻ കോമ്പാക്റ്റോ അങ്ങനെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബനാന പൗഡർ, ലൂസ് പൗഡർ അങ്ങനത്തെ എന്തെങ്കിലും പൗഡർ വെച്ചിട്ട് അല്ലെങ്കിൽ കോമ്പാക്റ്റ് വെച്ചിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നില്ല. പിന്നെ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം.
ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ആയതുകൊണ്ട് ഒത്തിരി നേരത്തേക്ക് ലോങ് ലാസ്റ്റ് ചെയ്യേണ്ടാത്തതുകൊണ്ടും യൂസ് ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് ഒത്തിരി ഒരു ഫുൾ ഓണം പ്രോഗ്രാമാണ്, ഓണം സെലിബ്രേഷനൊക്കെ ആണെങ്കിൽ എന്തായാലും യൂസ് ചെയ്തിട്ട് നമ്മൾ ഫുൾ എൻജോയ്മെൻ്റ് ആണ്. ഒന്നാമത് കുറച്ച് ചൂടൊക്കെ ഉണ്ട് ഈ സമയത്ത്. ഇന്ന് മഴയാണെങ്കിൽ നാളെ വെയിൽ, അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ക്ലൈമറ്റ് ആണല്ലോ നമ്മുടെ. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ചെയ്യുക. ചെറിയൊരു കാര്യത്തിനൊക്കെ ആണെങ്കിൽ കുറച്ച് ഒത്തിരി സമയമൊന്നും ഇല്ലെങ്കിൽ സെറ്റിംഗ് സ്പ്രേ ഒത്തിരി യൂസ് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ മാക്സിമം ഒത്തിരി ഫേസ് ലെയർ ആക്കാണ്ട്, ഒത്തിരി ഹെവി മേക്കപ്പ് ആകാണ്ട്, ട്രഡീഷണൽ ആണല്ലോ നമ്മുടെ ഓണം. അപ്പോൾ അതനുസരിച്ച് നമ്മൾ സോഫ്റ്റായിട്ട് നൈസായിട്ടുള്ള മേക്കപ്പാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇത് കൊടുക്കുക. ഓൾറെഡി ഞാൻ ലിപ്സ്റ്റിക് കുറച്ച് ഇട്ടിട്ടുണ്ട്. ഈ ഷെയ്ഡ് ഒന്ന് ചേഞ്ച് ചെയ്യുക. ലിപ് ബാം കുറച്ച് അപ്ലൈ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു ഡാസ്ലറിൻ്റെ ഒരു ഷെയ്ഡാണ്. ആക്ച്വലി എനിക്ക് ഈ ഷെയ്ഡ് അത്രയ്ക്ക് ഇഷ്ടമല്ല. ഇത് ഒറ്റയ്ക്ക് ഇടാറില്ല ഞാൻ. അങ്ങനെ ഇടുവാണെങ്കിൽ തന്നെ ലിപ് ലൈൻ വെച്ചിട്ട് ആ ഒരു കോംബോ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾക്ക് വേറെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാം. ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ലൈറ്റായിട്ട് ട്രഡീഷണൽ ആയിട്ട് കുറച്ച് ഗ്ലോയി എടുക്കാണ്ട് അല്ല കുറച്ച് ഗ്ലോയിങ് ആയിട്ട് തിളങ്ങി നിൽക്കാൻ വേണ്ടി ഇപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു റെഡ് മാറി ലൈറ്റൊരു പിങ്ക് വല്ലം നൈസ് ഒരു ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു ലുക്കിന് കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ളൊരിത് ഐ തിങ്ക് ഈ ഒരു ലിപ് ഷെയ്ഡാണ്. അപ്പോൾ നമ്മുടെ ഫേസ് മേക്കപ്പ് ഫുൾ ഡണ്ണാണ്. നമുക്ക് കുറച്ച് ചന്ദനം കൂടെ തൊട്ട് കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ്. നമ്മുടെ ലൈറ്റായിട്ടുള്ള ഒരു ഓണം ലുക്കിൻ്റെ മേക്കപ്പ് ലുക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഹെയറും കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം. ഓക്കെ ഗൈസ്, സിമ്പിളായിട്ടൊരു മൂക്കുത്തി അതുപോലെ തന്നെ ഒരു കുറിയും കൊടുത്തിട്ടുണ്ട് ഈ കൂടെ. അപ്പോഴാണ് നമ്മുടെ ഒരു കുറി മൂക്കുത്തിയൊക്കെ നമ്മൾ ട്രഡീഷണൽ ലുക്ക് കംപ്ലീറ്റ് ആയി. നമുക്ക് ഹെയർ ചെയ്യാം. അപ്പോൾ ഹെയറിൽ ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് ഹെയറിലെ ചെടകൾ കളയുക. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് ഹെയറിൻ്റെ ചെട കളയുവാണെങ്കിൽ മേളിലേക്ക് എന്നിട്ട് മേളിലേക്ക് നമ്മുടെ ഹെയർ കുറേ പോവാണ്ടും ചെട കെട്ടാണ്ട് ഇരിക്കും. മുടി കുറേ നമ്മൾ കെട്ടാൻ നേരത്ത് ഇപ്പം ഞാൻ എൻ്റെ മുടിയിൽ ചെടി ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ വർഷങ്ങളായിട്ട് ഇങ്ങനെയാണ് എൻ്റെ ഹെയർ ചെയ്യുന്നത്. അപ്പോൾ കുറേ കൂടെ ഹെയർ ഫോൾ ഇപ്പോൾ ചീപ്പലൊന്നും ഇല്ലാണ്ടിരിക്കും. അപ്പം എന്നിട്ട് ഇവിടുന്ന് കുറച്ച് പോർഷൻസ് എടുക്കുക. അതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ബാക്കിലായിട്ട് ഈ ഹെയർ കുറച്ച് പൊക്കിയിട്ട് അതിൻ്റെ അടിയിലായിട്ട് കൊണ്ടിട്ട് സ്ലൈഡ് ചെയ്യുക. എന്നിട്ട് ഇത് ഇടുവാണെങ്കിൽ 1-2 സ്ലൈഡ് നമുക്ക് കുത്താം. അപ്പോൾ സ്ലൈഡ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തോരം ടൈറ്റ് വേണം എന്നുള്ളതനുസരിച്ചിട്ട് ചെയ്യുക. ഇനി അടുത്തത് ഈ സൈഡും അതുപോലെ തന്നെ ഇത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുപോവുക, സ്ലൈഡ് ചെയ്യുക. നമുക്കിതൊന്ന് ഓക്കെ ഒരു സ്ലൈഡും കൂടെ ഇവിടെ കൊടുക്കുവാണേ. ഓക്കെ, ഇത് സ്ലൈഡ് ചെയ്യുക. ഇനി നമുക്ക് ഫ്ലവേഴ്സ് സെറ്റ് ചെയ്യാം. മുല്ലപ്പൂക്കളൊക്കെ വെച്ച് നമുക്ക് പോവാമല്ലോ. പക്ഷേ ഫ്ലവർ മുല്ലപ്പൂവിനൊന്നും സ്മെല്ല് ഇഷ്ടമില്ലാത്തവരും അലർജിക്കൊക്കെ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി നല്ലൊരു സൊല്യൂഷനാണ് ഇതേ കൂട്ട് പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ. ഇത് നല്ല സോഫ്റ്റാണ്. അപ്പോൾ മറ്റേ ചിലത് കാണാൻ ഭയങ്കര ഹാർഡായിട്ട് ജാസ്മിൻ പോലെ തന്നെ ഇരിക്കണം. അതിലാണ്ട് നമുക്ക് കുറച്ചുകൂടെ നല്ല ഇതിപ്പം ഇങ്ങനൊരു സിംഗിളാണ്. ഇതിപ്പോൾ ഞാൻ കെട്ടിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സെൻറ്ററിൽ കൂടെ കെട്ടിയിട്ട് നമ്മളിതിൻ്റെ അടിയിൽ കൂടെ ഇതിപ്പം ഓപ്പൺ ഹെയർ വിത്ത് നമ്മൾ അടിയിൽ കൂടെ എടുക്കുന്നൊരു സ്റ്റൈലായതുകൊണ്ടാണ് കെട്ടിയിട്ട് എടുക്കുന്നത്. എന്നിട്ടിങ്ങനെ ഇവിടെ കുത്തി കൊടുക്കാം. സ്ലൈഡ് വെച്ചിട്ട് നമുക്കിങ്ങനെ സെറ്റാക്കാം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ കുറച്ചും കൂടെ ലെങ്ത്തൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിപ്പോൾ ഇതിനടിയിൽ ഈ ടൈ ഉള്ളതുകൊണ്ട് നമ്മൾ ഈ വള്ളി ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റത്തില്ല.
അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് കെട്ടിയിട്ട് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് നോക്കിയെടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ തന്നെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ വൈറ്റ് ആയിട്ടുള്ള കളറുള്ള വള്ളി ആയതുകൊണ്ടും അത് കാണാണ്ട് ഹൈഡ് ചെയ്ത് പോകും. കുറച്ച് ഹെയർ ഇവിടെ ഫ്രണ്ടിലിട്ടും പിന്നെ നമുക്ക് കുറച്ച് ബാങ്ക്സ് ഒക്കെ ഇങ്ങനെ ഇടുന്നത് ഇഷ്ടമുള്ളവരാണ് ഇട്ടിങ്ങനെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓണം ലുക്കാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറയാം, സപ്പോർട്ട് ചെയ്യുക. ബൈ, അടുത്ത വീഡിയോ കാണാം.